നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം ക്ലാസ് ജയിച്ചവർക്കും അവസരം. ECHS പോളിക്ലിനിക്കുകളിൽ ഒഴിവുകൾ. നിങ്ങൾ 8ാം ക്ലാസ് വിജയിച്ച ആളാണോ, അതോ ഡെന്റൽ ലബോറട്ടറി മേഖലയിൽ ജോലി തിരയുന്ന ആളാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം ECHS വിവിധ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. ലഭ്യമായ ഒഴിവുകൾ ആകെ 3 തസ്തികകളിലാണ് നിയമനം. 1 ലബോറട്ടറി അസിസ്റ്റന്റ് ECHS പോളിക്ലിനിക് കാഞ്ഞക്കാട് കാസർഗോഡ്. 2 ഡെന്റൽ അസിസ്റ്റന്റ് ഹൈജിനിസ്റ്റ് ECHS പോളിക്ലിനിക് ഇരിട്ടി കണ്ണൂർ. 3 പിയൂൺ ECHS പോളിക്ലിനിക് കൽപ്പറ്റ വയനാട്. വിശദമായ യോഗ്യതാ വ്യവസ്ഥകൾ. ഓരോ തസ്തികയ്ക്കും വ്യത്യസ്തമായ യോഗ്യതകളാണ് വേണ്ടത്. അവ വ്യക്തമായി പരിശോധിക്കാം. 1 ലബോറട്ടറി അസിസ്റ്റന്റ്. വിദ്യാഭ്യാസ യോഗ്യത ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി DMLT പൂർത്തിയാക്കിയവർ, അല്ലെങ്കിൽ സായുധ സേനയിലെ ക്ലാസ് 1 ലാബ് ടെക്നീഷ്യൻ കോഴ്സ് വിജയിച്ചവർ. പ്രവൃത്തി പരിചയം ആരോഗ്യ മേഖലയിൽ ഹെൽത്ത് കെയർ കുറഞ്ഞത് 5 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. 2 ഡെന്റൽ അസിസ്റ്റന്റ് ഹൈജിനിസ്റ്റ്. വിദ്യാഭ്യാസ യോഗ്യത ഡിപ്ലോമ ഇൻ ഡെന്റൽ ഹൈജീൻ അല്ലെങ്കിൽ സായുധ സേനയിലെ ക്ലാസ് 1 DH ഡെന്റൽ ഹൈജീനിസ്റ്റ് കോഴ്സ് പൂർത്തിയാക്കിയവർ. ഡെന്റൽ ഡ്യൂട്ടിയിൽ കുറഞ്ഞത് 5 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. 3 പിയൂൺ. വിദ്യാഭ്യാസ യോഗ്യത 8ാം ക്ലാസ് വിജയിച്ചവർക്ക് ഈ ജോലിയിലേക്ക് അപേക്ഷ നൽകാം, അല്ലെങ്കിൽ സായുധ സേനയിലെ ജനറൽ ഡ്യൂട്ടി GD ട്രേഡ് യോഗ്യതയുള്ളവർ. പ്രവൃത്തി പരിചയം പിയൂൺ ജോലിയിൽ കുറഞ്ഞത് 5 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, മുകളിൽ പറഞ്ഞ യോഗ്യതകൾക്കൊപ്പം വിരമിച്ച സൈനികർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അപേക്ഷിക്കുമ്പോൾ മുൻഗണന ലഭിക്കും. എന്നാൽ വിരമിച്ചവരും യോഗ്യരായ പൊതുജനങ്ങൾക്കും ഈ അവസരത്തിന് അപേക്ഷിക്കാവുന്നതാണ്. ശമ്പളവും ആനുകൂല്യങ്ങളും. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രതിമാസ വേതനം ECHS ചട്ടങ്ങൾക്ക് അനുസൃതമായി നിശ്ചയിക്കുന്നതായിരിക്കും. ഇത് സ്ഥിരം നിരക്കിൽ ആയിരിക്കുമെങ്കിലും അനുഭവ പരിചയവും യോഗ്യതയും അനുസരിച്ച് വ്യത്യാസപ്പെടാം. അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ. അപേക്ഷിക്കുമ്പോൾ ഇനി പറയുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സമർപ്പിക്കണം. വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, എല്ലാ മാർക്ക് ലിസ്റ്റും ഉൾപ്പെടെ. പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, പാൻ കാർഡിൻ്റെ പകർപ്പ്, ആധാർ കാർഡിൻ്റെ പകർപ്പ്. മുൻ സൈനികർ ആണെങ്കിൽ ഡിസ്ചാർജ് ബുക്ക്, പെൻഷൻ പേയ്മെന്റ് ഓർഡർ PPO എന്നിവയുടെ പകർപ്പുകൾ. ശ്രദ്ധിക്കുക, പാൻ കാർഡിൻ്റെയും ആധാർ കാർഡിൻ്റെയും പകർപ്പുകൾ ഉൾപ്പെടുത്താത്ത അപേക്ഷകൾ മുന്നറിയിപ്പില്ലാതെ നിരസിക്കപ്പെടും. അതിനാൽ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷിക്കേണ്ട വിധം. ആദ്യം ECHS ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഔദ്യോഗിക വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായി പിൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും ഔദ്യോഗിക അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യുക. അപേക്ഷാ ഫോം ശരിയായി പൂരിപ്പിച്ച് ആവശ്യമായ എല്ലാ രേഖകളും ചേർക്കുക. പൂർത്തിയാക്കിയ അപേക്ഷ ഇനി പറയാൻ പോകുന്ന വിലാസത്തിലോ നേരിട്ടോ അല്ലെങ്കിൽ രജിസ്റ്റർ തപാൽ വഴിയോ സമർപ്പിക്കാം. അപേക്ഷിക്കേണ്ട വിലാസം: സ്റ്റേഷൻ സെൽ ECHS DSC സെന്റർ, ബണ്ണശ്ശേരി PO കണ്ണൂർ. പ്രധാനപ്പെട്ട തീയതി. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ജൂലൈ 25. അവസാന തീയതിക്ക് മുമ്പായി അപേക്ഷ എത്തിക്കാൻ ശ്രദ്ധിക്കുക. വൈകി എത്തുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.